ചില ആളുകൾ ചില ഫൈൻഡിങ്സിൽ പറയുന്നത് 30 ദിവസം വരെ ആളുകൾ അഡിക്ഷൻ ഇതിൽ നിന്ന് റിമൂവ് ആയ ആളുകൾ 31ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, പൂർവാധികം ശക്തിയോടെ ഇത് വരുന്നുണ്ട്. ബട്ട് ഇതൊരു സൊല്യൂഷനാണ്. ഹായ് ലിസണേഴ്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ഡീപ് പോഡ്കാസ്റ്റ്. സോ നമ്മളിന്ന് ഒരു റംസാനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ റംസാനൊക്കെ നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഈ അഡിക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ സിഗരറ്റ്, അതുപോലെ പല അഡിക്ഷൻസും ആളുകൾക്ക് ഉണ്ടാവും. ഫോൺ, ആൽക്കഹോൾ, സ്ക്രോളിങ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ റംസാനാണ് അതിന് ഏറ്റവും പറ്റിയ ടൈം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനത്ര പ്രൗഡായിട്ടല്ലെങ്കിൽ പോലും ഞാൻ എന്നാലും പ്രൗഡാണ് അതിൽ. ബിക്കോസ് എനിക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ മന്താണ് റംസാൻ. അപ്പോൾ ആ ഒരു കാരണം കൂടെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഒരു നല്ല ടോപ്പിക്കായിട്ട് ഇത് ചൂസ് ചെയ്തത്. സോ ഇതൊരിക്കലും ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റിൽ, അതായത് ഇപ്പോൾ വേൾഡിൽ തന്നെ അത്യാവശ്യം നോൺഡ് ആയിട്ടുള്ള 2 ആളുകളുണ്ട് ഈ ഒരു സെക്ടറിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്ന. ആൻഡ്രൂ ഹുബർമാൻ, പിന്നെ ഡോക്ടർ അന്ന ലാംകെ എന്ന് പറയുന്ന ഒരു വുമണുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരുടെ ഒരു പുസ്തകത്തിൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരതെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, അവർ അത്ര പെർഫെക്റ്റഡ് അല്ല. എവ്രി ഹ്യൂമൻ ഹാവ് ദെയർ ഓൺ അഡിക്ഷൻ എന്നാണ്. അഡിക്ഷൻ ഇല്ലാത്തൊരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കൺട്രോൾ ചെയ്ത ആളുകൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചൊക്കെ അതൊരു ബെറ്റർ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ എന്താണ് ഇതിന് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സബ്ജക്റ്റ് പറഞ്ഞാല് കുറച്ച് ഭയങ്കര ഡെപ്തിലേക്ക് പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. അതായത് പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരുന്ന സബ്ജക്റ്റ് അല്ല. എന്നാലും നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ വെച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു. നമ്മൾ ഷെയർ ചെയ്യുന്ന വിചാരിച്ച് ഞാനത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. സോ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അതിൻ്റെതായ അഡിക്ഷൻ ഉണ്ടാകും, നേരത്തെ യാസിക് പറഞ്ഞു. സോ നമുക്ക് കിട്ടിയ അറിവുകൾ അത് സയൻറ്റിഫിക് വേയിലും ഇസ്ലാമിക് വേയിലും നമ്മൾ കാര്യങ്ങൾ പറയും. പിന്നെ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട് പറയാം. അതന്നെയാണ് മെയിൻ. അതെ, ഡീപ്പായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ. സോ ഇപ്പം അഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം എടുക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടിങ് ഫ്രം VTA, ലൈക്ക് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലേക്ക് ഒരു സ്റ്റിമുലസ് പാസ് ചെയ്യുന്ന. ഇതൊരു പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഈ ഒരു ന്യൂറോൺസ് ആണ്, മില്യൺസ് ഓഫ് ന്യൂറോൺസ് ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഈ മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉള്ള നമുക്കറിയാം, ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന എല്ലാവർക്കും കുറച്ച് സ്റ്റേജുകളായിരിക്കും. അപ്പം ആദ്യം തന്നെ ഒരു ക്രേവിങ്സ് വേണം. നമുക്ക് എന്താ പറയുക, ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് ഒരു സിഗരറ്റ് കാണണം. ഒരു ആൽക്കഹോള് യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ആൽക്കഹോളിക്കിനെ അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ കാണും. അതുപോലത്തെ അവർക്കൊരു ട്രിഗറിങ് ഉണ്ടാവും. ഇങ്ങനെയാണ് ട്രിഗർ പ്ലസ് പിന്നെ അതിന്റെ ട്രിഗർ, ക്രേവിങ്, റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ റിവാർഡ് എന്ന് പറയും. ഈ ഒരു 4 തിങ്സ് ആണ് അതിൽ വരിക. അതൊരു ഈ ട്രിഗറിങ്ങിലാണ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ശരിക്കും അഡിക്ഷനിൽ നമ്മൾ ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിൽ നമ്മളെ ഈ അന്നലാംക്ക് പറയുന്നുണ്ട്, ഈ ഡോക്ടർ ഹ്യൂബർമാനുമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്, ഇതിന്റെ ഉള്ളിൽ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മളെ ഉള്ളിൽ ശരിക്കും ഇതൊരു ആളുകൾ വിചാരിക്കും അവരുടെ ഒരു വില്ലില്ല. അതായത് ഇപ്പൊ നമുക്ക് സ്ട്രോങ് വില്ല്, ഇപ്പൊ ചില ആൾക്കാർ ഇന്ന് സിഗരറ്റ് വലി നിർത്തണം എന്ന് പറയും, പക്ഷെ അവരെ കൊണ്ട് അത് കഴിയുന്നില്ല. അപ്പൊ അവരെ തന്നെ അവർ വിചാരിക്കുക എന്താ വെച്ചാൽ, എനിക്കൊരു സ്ട്രോങ് വില്ല് എടുക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ ശരിക്കും റീസൺ എന്താണെന്ന് വെച്ചാല്, ഇത് കപ്പാസിറ്റി ഇല്ലാന്ന് വിചാരിക്കുന്നില്ല. ഈ സംഭവം ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, ഇപ്പൊ അടുത്ത ആഴ്ച ഇത് സ്മോക്കിംഗ് നിർത്താന്ന് വിചാരിക്കുന്നു. ആ ഒരു ടൈമിൽ എത്തുമ്പോ അതിന്റെ ഒരു 2 ദിവസം കഴിയുമ്പോ സോ എന്തായാലും നിർത്താൻ പോകുന്ന, സോ ഒരു എക്സ്ട്രാ 2 ദിവസം കൂടി വെച്ചിട്ട് അതൊക്കെ നിർത്താം. അതിന്റെ ഒരു മെയിൻ റീസൺ ഇറ്റ്സ് എ ന്യൂറോളജിക്കൽ ഡിസോർഡർ. അതായത് ന്യൂറോൺസിന് ഒരു ഡിസോർഡർ ആയ സംഭവിക്കണം. അഡിക്ഷൻ ഇസ് എ മെയിൻലി അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ ന്യൂറോൺസിനുള്ള ഡിസോർഡർ ആണ്. ഈ ഒരു അഭ്യാസത്തിന് പറയുന്ന പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഈ ഡോപ്പമിൻ റഷ് ഉണ്ടല്ലോ, അപ്പൊ ഇതിൽ വരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്.
അപ്പൊ അതിനെ കുറിച്ച് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മള് എപ്പോഴും നമ്മൾ അഡിക്ഷനായിട്ട് ജസ്റ്റ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത് നമ്മൾ തലയിൽ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം, ഇപ്പൊ നമുക്ക് ഒരാള് സിഗരറ്റ് കാണാണ് ഫസ്റ്റ്. അപ്പൊ ശരിക്കും നമ്മളെ ബുദ്ധിയിൽ സംഭവിക്കണത് ഈ ഡോപ്പമിൻ റിലീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരിക്കലും ആളുകൾ കൂടുതൽ വിചാരിച്ചിട്ടുള്ളത് ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ വി ഹിറ്റ് ദ ടാർഗറ്റ് ആണ്. അല്ല, നമ്മൾ ഫസ്റ്റ് മൊമെന്റിൽ ഇത് ഡോപ്പമിൻ എന്ത് ചെയ്യാണ്, ഈ ഡോപ്പമിൻ ഈ ന്യൂറോ ട്രാൻസ്മിഷൻ സ്റ്റിമുലി പാസ് ചെയ്താണ്. ഇത് പിന്നെ എന്ത് ചെയ്യാണ്, ഒരു സിനാപ്റ്റിക് ലെഫ്റ്റിന്റെ അടുത്ത് ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ലൈക്ക് ടു ജോയിൻസ് അവിടെ എന്തുണ്ടാവും, ഈ ന്യൂറോൺസിനെ റിസീവ് ചെയ്യുന്ന ഒരു ഇതുണ്ടാവും. ഇത് എന്ത് ചെയ്യാണ്, ഈ ഡോപ്പമിന് വന്നിട്ട് അത് റിസീവ് ചെയ്യാണ്. സോ ഇറ്റ്സ് ലൈക്ക് മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഇതിനെ ബൈൻഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഡോപ്പമിന് ഒരു സ്റ്റിമുലസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ റിവാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ ആളുകൾക്ക് ഇതിൻ്റെ ഒരു മെയിൻ എഫക്റ്റ് വരുന്നത് കൊക്കൈൻ, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നിക്കോട്ടിൻ, ആൽക്കോൾ, ഇതുപോലത്തെ ഡ്രഗ്സിന്റെ ഓവർ യൂസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഈ സ്റ്റിമുലസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സാധനം അടിയിക്ക് പോകുന്നുണ്ട്, അതായത് ഇതൊരു മോളിക്യൂളായിട്ട് ജസ്റ്റ് ഒരു ചെറിയ പൈപ്പിന്റെ ഉള്ളിൽ അടിയിക്ക് പോവാണ്. എന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ബൈൻഡ് ചെയ്യണത്. അതായത് ആ റിസെപ്റ്റേഴ്സ്, ന്യൂറോൺ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യണത്, ബൈൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്ലഷർ കിട്ടുന്നത്. പക്ഷെ ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്കറിയാം ചില ആൾക്കാർക്ക് ഈ കൊക്കൈനൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്തില്ല, ആ ഒരു എഫക്റ്റ്, അവരെന്തൊരു പേര് വിളിക്കുക, ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അത് 1 day or 2 day ലാസ്റ്റ് ചെയ്യാണ്. അവരെ പ്ലഷർ മൊമെന്റ്സ് എന്താണ്, ഹൈ ആവാണ്. അവർക്ക് റിട്ടേൺ വരാൻ കുറച്ച് ടൈം, 1 day 2 day ടൈം വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നോർമലി ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ, എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഡോപ്പമീൻ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ഇപ്പൊ ഇതൊന്നും വേണമെന്നില്ല. നോമ്പ് തുറക്കുമ്പോഴും നമുക്ക് ഡോപ്പമീൻ ഉണ്ട്, എല്ലാ സമയത്തും. അതായത് ഡിഫറെന്റ് ന്യൂറോ അറൌണ്ട് 100+ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അതിൽ ഡോപ്പമീൻ ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ എന്താ സെറാട്ടോണിൻ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. മെയിൻലി നമ്മൾ ഇന്ന് പറയുന്നത് ഡോപ്പമിനെ കുറിച്ചാണ്. അഡിക്ഷന്റെ ഒരു മെയിൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലഷറിൽ വരുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ ഡോപ്പമിൻ ആണ് വരുന്നത്. അപ്പൊ ഈ ഡോപ്പമിൻ എന്ത് ചെയ്യാണ്, നമുക്ക് റിലീസ് ആവുകയാണ്. ഈ ഹൈലി ഇത് റിലീസ് ആകുമ്പോൾ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊക്കൈൻ അതുപോലത്തെ സിന്തറ്റിക്സ് റിലീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നോർമലായി ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോപ്പമീൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴത്ത് വന്നിട്ട് അത് നമുക്ക് അവിടെ ഒരു നോർമൽ ബേസ് ലെവൽ ഉണ്ട്. നമുക്ക് ആൻഡ്രി ഹ്യൂബർമാൻ അതിൽ പറയുന്നുണ്ട്, ആ ബേസ് ലെവൽ അത് നോർമലി എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ട്, നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ആ ഫീൽ, അതും ഡോപ്പമിൻ തന്നെയാണ്. പക്ഷെ ഈ ഡോപ്പമിന്റെ പ്രശ്നം എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുന്നില്ല ഈ ഡോപ്പമിൻ. അതായത് ഈ പൈപ്പിലുള്ള അടിയിൽ കൂടെ മാത്രമല്ല, ഈ മോളിക്യൂൾസ് തിരിച്ചും പോകും. പക്ഷെ ഈ കൊക്കൈൻ ഇതുപോലെ സാധനങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോകില്ല. ഇത് എന്ത് ചെയ്യാണ്, ആ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ എന്ത് ചെയ്യാണ്, അത് എക്സിസ്റ്റ് ചെയ്യാണ്. എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ പ്ലഷർ നമുക്ക് ഓവർലോഡ് ആവും, അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. സോ ദർ ഇസ് ആൻ ഇൻബാലൻസ് വിൽ ബി ദർ. ഇത് നേരെ മറിച്ച് വന്ന സാധനം ആവശ്യത്തിന് വന്നിട്ട് അതേ സമയത്ത് തിരിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ബേസ് ലെവൽ ഉണ്ട്. ഒരു ഹെൽത്തി പേഴ്സൺ അത് എപ്പോഴും ഒരു ബേസ് ലെവലിലായിരിക്കും. അതായത് ഇത് യൂസ് ചെയ്യുന്നതിന് ഇതിന്റെ പീക്ക് ലെവലിലേക്ക് നമ്മൾ പീക്ക് ലെവലിലേക്ക് എത്തൂല, അത് ബേസ് ലെവലിൽ എത്തും. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പീക്കിലെത്തും. പീക്കിലെത്തുമ്പോൾ തന്നെ പ്ലഷറും പെയിനും ഒരേ സ്ഥലത്താണ് കണക്റ്റഡ് എന്നാണ് ഇപ്പൊ അതിൽ ആ ഒരു പോഡ്കാസ്റ്റില് NLMK പറയുന്നത്. അത് പ്ലഷർ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതേമാതിരി പെയിനും വരും ഓൺ ദ അതർ ഹാൻഡ്. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് ശരിക്കും നമുക്ക് എന്തില് അഡിക്ഷനിൽ വരുന്നത്. അപ്പൊ ആ അഡിക്ഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മളെ സാധാ റംസാനുമായിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പോഡ്കാസ്റ്റിൽ തന്നെ അവർ പറയുന്നുണ്ട് 30 days ആണ് എന്തിന് ഈ ഒരു ഇതിന് വരുന്നത്. അതായത് 30 days കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് റിഫോർമേഷൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും ഇത് റമദാനുമായിട്ട് കണക്ട് ആവുന്നത്. അതായത് ഇത്രയും വലിയ നോളജ് ഉള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദ റിനോൺഡ്
സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് ഇത് പറയുന്നത് 30 days എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കേട്ടിട്ടുണ്ട് 21 days കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് സത്യമാണ്. 30 days എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അവര് പറയുന്നതാണ്. സോ അവരെന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് 2 week വിൽ ബി ഹെൽ എന്ന് പറയാം. അത് അത്യാവശ്യം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു സാധനം ഒഴിവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, അതിന് ക്രേവിങ് ഉണ്ടാവും. പക്ഷെ പിന്നീട് എന്തുണ്ട്, ലൈക്ക് യു വിൽ സീ ദ സൺ എന്ന് പറയുന്നത്, അതായത് അതിന്റെ ഒരു ഫ്രൂട്ട് കണ്ടു തുടങ്ങും. പിന്നെ ഒരു 4th week ലാസ്റ്റ് വീക്ക് ഒക്കെ എത്തുമ്പോഴത്തേന് എന്തുണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ക്രേവിങ്സ് മറന്നുപോയി തുടങ്ങി. സോ റംസാനുമായിട്ട് നമുക്ക് അവിടെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെന്താ ഇതിലൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ഈ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ VTA എന്ന് നമുക്ക് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണല്ലോ ഇത് പോകുന്നത്. പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ വന്നിട്ട് ഓട്ടോമാറ്റിക് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ലൂസാണ്. അതായത് നമ്മുടെ സെൽഫ് കൺട്രോൾ കുറയാണ്. അതാണ് ഇപ്പം നമുക്ക് എന്താണ്, സിഗരറ്റ് വലിക്കുമ്പോൾ ഒരാൾക്ക് സിഗരറ്റ് വലിക്കാൻ അയാൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അയാൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഇമ്പൾസീവ് ആയിട്ട് അയാൾക്ക് തോന്നുന്നത് സിഗരറ്റ് വലിക്കുന്നത്, അയാൾ വലിക്കുകയാണ്. കാരണം അയാൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അവിടെ കുറഞ്ഞു വരിക, സെൽഫ് കൺട്രോൾ കുറഞ്ഞു വരികയാണ് ഈ ഒരു ഫ്രണ്ട് ഏരിയ ബ്രെയിനിൽ. അപ്പൊ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് എന്ത് വരുന്നത്, നമ്മൾ ഈ അഡിക്ഷന് വീണ്ടും വീണ്ടും വന്ന് ചാടുന്നത്. അത് റമദാനിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്, കുറക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ അഡിക്ഷനിലേക്ക് പോകാനുള്ള കുറെ റീസൺ പെട്ടതാണ് ഈ ആങ്സൈറ്റി, അതേപോലെ ഡിപ്രഷൻ, ലോൺലെസ്, ഈ ഒരു കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്നത് ബാഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതായത് ഇപ്പം കള്ളുപിടിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയാലോ, ചന്ദനം ചാരിയ ചന്ദനം മുണക്കെന്ന് പറഞ്ഞാൽ ഒരു 5 ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ 5 ഫ്രണ്ട്സ് വെള്ളടിക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് കാലങ്ങൾ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയി മാറും. അങ്ങനെ ആവാണ്ട് ഇരിക്കുകയും ചെയ്യാം, എന്നാൽ സാധ്യത കൂടുതൽ. അല്ല, അത് ഈ ഫ്രണ്ട്സും ഇതൊക്കെ ഇതിൽ കണക്റ്റഡ് ആണ്. ബിക്കോസ് ഈ ഫ്രണ്ട് ആയിരിക്കും, ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ ലഹരി തുടങ്ങുക എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നായിരിക്കും, ഒബ്വിയസ്ലി ഫ്രണ്ട്ഷിപ്പ് എന്നായിരിക്കും. കാരണം ഇപ്പൊ നമുക്ക് അറിയാം, നമ്മളൊരു 8ാം ക്ലാസ്സിലാണെങ്കിലും 9ാം ക്ലാസ്സിൽ ചില ലഹരികള് ചിലർക്ക് അറിയാം, ചില ഏരിയ ബേസ് ചെയ്തിട്ടുള്ളവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതൊന്ന് ചെയ്തു നോക്കടാ, ഇതൊന്ന് വലിച്ചു നോക്കടാ, അങ്ങനെയാണ് പറയുന്നത്. അഡിക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും ഒബ്വിയസ്ലി ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെയാണ് തുടക്കം. ഒരു സന്തോഷത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തിന്റെ അവസാന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇത് പിന്നെ ഒരു അഭ്യാസമായി മാറുക എന്നുള്ളത്. അഭ്യാസം മാത്രമല്ല, ഇപ്പൊ ഈ ഡോപ്പമിന്റെ വേറൊരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഓവറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ഇൻബാലൻസ് ക്രിയേറ്റ് ആവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് റീടേക്ക് ചെയ്യാൻ കഴിയാതെ സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഡ്രഗിന്റെ യൂസ് കൂടും തോറും, ഇപ്പൊ നോർമലായിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങൾക്കൊക്കെ ക്രേവിങ്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഫുഡ് ഒരാൾക്കുണ്ട്, അതുപോലെ സെക്ഷൽ എറോസൽസ്, ഇതൊക്കെ നോർമൽ ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ എന്താ പറയുക, ഫുഡിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ആൽക്കഹോള്, നിക്കോട്ടിന്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകണേ, ഫുഡ് അല്ലാത്ത കാര്യങ്ങൾ, ഓവർ ഫുഡിങ്, അതൊക്കെ ഇതിൽ പെടും. അതേപോലെ തന്നെ ഇപ്പൊ സെക്സ് നോർമലാണ്, മനുഷ്യർക്ക് വേണ്ടത്. അതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യണം, പോണോഗ്രഫി കാര്യങ്ങൾക്കൊക്കെ വരികയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു കെമിക്കൽ കൂടെ അല്ല പോകുന്നത്, സെക്ഷൽ ബിഹേവിയർ ആണ്. ഈ ബിഹേവിയറിൽ കൂടെ പോയിട്ട് എന്തുണ്ടാവുന്നുണ്ട്, നോർമലി അയാൾക്ക് സാധാ ഒരു സെക്ഷൽ അല്ല അയാൾക്ക് നടക്കണ്ടേ, അയാള് ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് പോവാണ്. അയാൾക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയുന്ന സെക്ഷൽ സിറ്റുവേഷൻസ് ഒക്കെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൽ ബിഹേവിയർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യാണ്, നോർമലി അയാൾക്ക് വേണ്ട ഒരു കാര്യമല്ല വരുന്നത്, അയാള് ഇമാജിനേറ്റീവ് വേൾഡിലാണ്. ഈ ഇമാജിനേറ്റീവ് വേൾഡ് വരുമ്പോൾ നോർമലി അയാളെ ഒരു എന്താ പറയാ, ബ്രെയിനിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു തരം സെക്സ് ആവില്ല അവർക്ക് എന്തെങ്കിലും കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഫാമിലീസിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയാ, ഈ പ്ലഷർ പെട്ടെന്ന് അറ്റൈൻ ചെയ്യാന്നുള്ളതാണ്. സോ ഒരു പാർട്ട്ണർക്ക് വേണ്ട അയാളെ സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും കഴിയാതിരിക്കുക, അയാളോടൊരു എന്താ പറയാ, നോർമലായിട്ട് അയാൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നമ്മളൊരു സന്തോഷം മാത്രം. ഇപ്പൊ നമുക്ക് പറയണ്ടല്ലോ, നമ്മളെ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് ലവ് എന്ന് പറയുന്ന സാധനം, അതിന് പകരം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിറ്റുവേഷനും ബ്രേക്കപ്പിലേക്കും ഒക്കെ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഈ അഡിക്ഷന്റെ ഒരു ഭാഗമാണ്. പിന്നെ ഈ അഡിക്ഷനിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തിന് ഒരു ഹാപ്പി മൊമെന്റ്സിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലും ഫ്രണ്ട്സ് കൂടെ നിൽക്കുമ്പോൾ നമ്മളൊരു ആ ഒരു മൊമെന്റിൽ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ ചെയ്യും. പക്ഷെ കാലക്രമേണ ഇത് വേദന ഒഴിവാക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറും. വേദന ഒഴിവാക്കാനുള്ള ഒരു
പിടിവള്ളി എന്ന് വേണം പറയും. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് മാറും. ജസ്റ്റ് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പവർ ഇല്ലേ, ആ വന്നൊരു സ്ട്രെസ്സിന്റെ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദന സംഹാരി എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് ഈ അഡിക്ഷൻസ് മാറിക്കൊണ്ട് ഇത് നമുക്ക് തോന്നുകയാണ് ഇത്. അതായത് നമുക്ക് തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരാൾക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരാള് പിറ്റേന്ന് വലിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അയാൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ മെയിൻ റീസൺ വരുന്നത് എങ്ങനെ അറിയോ, നമ്മളെ ഈ ബ്രെയിനിൽ നിന്ന് അമിഗ്ഡല എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട്. ഇവിടെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർഡ് ആവുന്നുണ്ട്. അതായത് നമ്മളെ കുറച്ച് ഇപ്പൊ നമ്മൾ ഒരു സിഗരറ്റ് വലിക്കണ അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ഒരു ഫുള്ളി എന്താ പറയാ ആ പ്രോസസ് അയാൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു മന്തി കഴിക്കാൻ പോയി ഫോർ എക്സാമ്പിൾ, ആ മന്തി കഴിച്ചിട്ട് നമ്മൾ ആ ടേസ്റ്റ് വരെ ഇപ്പൊ നമുക്ക് ചില നല്ല നെഹ്ദി മന്തി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അവിടുത്തെ ഒരു മയോണൈസിന്റെ ഒരു ടേസ്റ്റ് നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആണ്. നമുക്ക് തന്നെ അതിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് തന്നെ സ്റ്റോർഡ് ആണ്. പിന്നെ അവിടെ എത്തുമ്പോഴത്തിന് നമുക്കൊരു ക്യൂ കിട്ടുകയാണ്. ഇപ്പൊ നമ്മളെ മുന്നിൽ ഒബ്വിയസ്ലി ആസ് എ മലയാളി നമുക്ക് മുന്നിൽ ഒരു നെഹദി മന്തി, അപ്പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു ഒരു അറബി മന്തി വെച്ചു. നമുക്ക് എപ്പോഴും ഈ നെഹദി മന്തിക്കാണ് ക്യൂ വരിക, കാരണം നമുക്ക് ക്യൂ അവിടെ ഉണ്ട് ഇവിടുത്തെ മയോണൈസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രേവിങ് ആണ്, നമുക്ക് അത് അറ്റൈൻ ചെയ്യാനുള്ള സ്പോട്ട് അവിടെ ഉണ്ട്, കാരണം നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. മൂന്നാമത്തെ വരുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതായത് ഈ റെസ്പോൺസ്, അത് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം ഇതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനാരിയോ. കാരണം ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ട്, അതാണ് ഈ പറഞ്ഞ ഈ സിനാരിയോ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു പ്രാവശ്യം ഇത് കിട്ടിയത് കൊണ്ട് നമ്മളെ ബ്രെയിൻ ഇത് ഇങ്ങനെ എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും ഈ സാധനം, എനിക്ക് അന്ന് തന്ന സാധനം വീണ്ടും അങ്ങനെ ക്രേവിങ്സ് വന്നിട്ട് റെസ്പോൺസ് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ്. പിന്നെന്താണ്, അവിടെ റിവാർഡ് ജനറേറ്റ് ചെയ്യണം. ഈ റിവാർഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആയി, അഡിക്ഷൻ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഈ അഡിക്ഷൻ ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ സംഭവിക്കുകയാണ്, അത് മെമ്മറിയിൽ എന്ത് ചെയ്യും, ഈ അമിഗ്ഡയിൽ സ്റ്റോർഡ് ആയി. ഈ സ്റ്റോർഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്, പിന്നെ നമുക്ക് ആ പ്രോസസ്സിനെ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യും. നമ്മൾ അവിടെ ആ ക്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ക്രേവിങ്സ് വരും. അത് കഴിഞ്ഞ റെസ്പോൺസ് വരും, വീണ്ടും എന്ത് ചെയ്യും, റിവാർഡ് കിട്ടും. ഇത് നോർമലി കിട്ടി ഇതിനൊരു നോർമൽ ബേസ് ലെവലിലാണ് ലൂപ്പിൽ തന്നെ വരിക. ഈ ലൂപ്പ് തന്നെയാണ്. പക്ഷെ ഈ ലൂപ്പ് കട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളെ മെയിൻ സബ്ജക്റ്റ് എന്ന് വരുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്രോബ്ലമാണ്. ഇതാണ് അതിന്റെ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റംസാനാണ് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ റമദാൻ നമുക്ക് വെക്കാനും പറ്റൂല. അല്ല, ഉള്ളി റമദാൻ എന്നല്ല, അക്കോർഡിംഗ് ടു മുസ്ലിംസ് റമദാൻ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ബട്ട് ഐ പ്രിഫർ ടു ഹിന്ദുസ് ഓൾസോ. ആൻഡ് ഒരുപാട് ഹിന്ദുസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ റംസാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്. ഒരിക്കലും അവർ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ അഡിക്ഷനോ ഡീടോക്സിക്കേഷനോ അല്ല, ബട്ട് അവരിതിന്റെ ഒരു കാര്യം. ഇപ്പൊ നമുക്കറിയാം റംസാൻ നമ്മളെ ഐ തിങ്ക് ഖുറാനിൽ 2ാമത്തെ ചാപ്റ്ററിലാണോ 183ാമത്തെ വേഴ്സാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ തെക്കുവ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. തെക്കുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇംഗ്ലീഷ് വരുന്നത് ഒരു സെൽഫ് കൺട്രോൾ എന്നാണ്. സബ്മിറ്റിംഗ് ടു ദ ഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ആണ് വരുന്നത്. ഈ സെൽഫ് കൺട്രോൾ കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഈ സൊല്യൂഷൻ വരുന്നത്. ഇപ്പൊ നമ്മള് പ്രോബ്ലത്തിനെ കുറിച്ച് പഠിച്ചു, പക്ഷെ ഈ സൊല്യൂഷൻ അവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 30 days നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഈ ക്രേവിങ്, ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പ് നമ്മൾ കട്ട് ചെയ്യാണ്. ഈ അമിഗ്ഡയിൽ സ്റ്റോർഡ് ആയിട്ടില്ല ഈ ഇതുണ്ടല്ലോ, നമ്മളൊരു എന്താ പറയാ, നമ്മളൊരു ഫുൾ പിക്ചർ ഉണ്ടല്ലോ, ഈ ഫുൾ പിക്ചർ നമ്മൾ കട്ട് ചെയ്യാണ്. അതായത് ഇപ്പൊ രാവിലെ പോയിട്ട് ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്, അപ്പൊ അയാൾക്ക് എന്ത് സംഭവിക്കുകയാണ്, അയാള് ഗോഡിനെ പേടിച്ചുകൊണ്ട് അയാൾക്കറിയാം. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരാള് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ എത്ര വലിയ ക്രേസി ഡ്രൈവിംഗുള്ള ആൾക്കാരാണെങ്കിലും അബുദാബി പോയി അത് ചെയ്യില്ലല്ലോ. ഷാർജയിൽ ഓട്ടുന്നവർക്ക് അബുദാബി ഇല്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുറച്ചും കൂടി സ്ട്രോങ് സിസ്റ്റംസ് അവിടെ ഉണ്ട്, കുറച്ചും കൂടി നല്ല ട്രാഫിക്സ് അവിടെ ഉണ്ട്. അത് നമ്മളൊരാൾ നിരീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് ദൈവം നിരീക്ഷിക്കുന്നത്. ആ ഒരു സമയമായതുകൊണ്ട് എന്ത് ചെയ്യാണ്, എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യും. സിസ്റ്റത്തെ പേടിച്ചു ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യാണ്. അപ്പൊ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ അയാൾ എന്താണ്, ഫോർ എക്സാമ്പിൾ 5 വക്ത് ഉണ്ടാവും നമുക്ക് നിസ്കരിക്കാം. അപ്പം ഫാസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ സുബഹ് ടു മഗ്രിബ് വരെ അറൌണ്ട് 12 to 14 hours അയാൾ എന്ത് ചെയ്യണം, ഫാസ്റ്റ് ചെയ്യണം. ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, മോർണിംഗിൽ അയാളെ ലൂപ്പിന്റെ ആദ്യത്തെ ബ്രേക്ക് ചെയ്തു. അയാൾക്ക് ക്യൂ ഉണ്ടാവും. അയാൾക്ക് ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ഹിന്ദുവിന് അല്ലെങ്കിൽ വേറൊരു ഫാസ്റ്റ് ചെയ്യാത്ത ഒരാളെ കാണും. പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്,
ഗോഡ് ഫിയറിംഗിൽ അത് റിമൂവ് ചെയ്യാണ്, ക്യൂ റിമൂവ് ചെയ്യും. സോ രണ്ടാമത്തെ വരുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ ക്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും എന്തുണ്ട്, ക്രേവിങ് വരും. അപ്പൊ അവിടെ ക്രേവിങ് വരാനുള്ള ഓപ്ഷൻ വരുന്നില്ല. കാരണം ഈ ക്യൂ കണ്ടപ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്തു, ക്രേവിങ് വന്നപ്പോലും അതിനൊരു റെസ്പോൺസ് കൊടുത്തില്ല. ആ റെസ്പോൺസ് കൊടുക്കാത്തത് അയാൾ ആ സിഗരറ്റ് വലിക്കാനോ ഒന്നും വന്നതല്ല. പിന്നെ അയാൾ എന്ത് ചെയ്തില്ല, ഒബ്വിയസ്ലി പിന്നെ അയാൾക്ക് റിവാർഡ് കിട്ടൂലല്ലോ. അപ്പം ഒരു വട്ടം ഇത് ലൂസായി. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അയാളെ ഡോപ്പമിൻ റഷ് കുറഞ്ഞു. നോർമലി രണ്ടാമത്തെ വട്ടം അയാൾക്ക് അത് ഉണ്ടാവില്ല. പക്ഷെ പിന്നെ ഈ ഡോപ്പമിൻ റഷ് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന ആൾ. ചില ആളുകൾ ചില ഫൈൻഡിങ്സിൽ പറയുന്നത് 30 ദിവസം വരെ ആളുകൾ അഡിക്ഷൻ ഇതിൽ നിന്ന് റിമൂവ് ആയ ആളുകൾ 31ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, പൂർവാധികം ശക്തിയോടെ ഇത് വരുന്നുണ്ട്. ബട്ട് ഇതൊരു സൊല്യൂഷനാണ്. പക്ഷെ എന്ത് വേണം, നമുക്ക് സ്ട്രോങ് അഫർമേഷൻ വേണം, സ്ട്രോങ് ബിലീഫ് വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളതാണ് അങ്ങനെ തോന്നുന്ന ഇതാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത നെക്സ്റ്റ് മന്ത് ഞാൻ ഇതാക്കണ അങ്ങനത്തെ പ്ലാൻ ഇടാതിരിക്കും ബെറ്റർ. കാരണം നമ്മൾ സെൽഫിനോട് നമ്മൾ തന്നെ കൊല്ലുന്ന അവസ്ഥയാണ്. കാരണം അടുത്തൊരു തീരുമാനം എടുക്കാൻ നമുക്ക് ഇത് നടക്കില്ല, നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് അതൊരു ഫൈനൽ ഡിസിഷൻ ആയിരിക്കണം. നമ്മൾ സെൽഫിനോട് തന്നെ ചെയ്യുന്നൊരു അതല്ല, നമ്മളെന്തായാലും ഇപ്പൊ ഒരു നടക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു ഇപ്പൊ നമ്മൾ പറയും തവക്കുൽ എന്ന് പറയും ഇസ്ലാമില്. ഈ തവക്കുലോട് കൂടി ആ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരുപാട് പേരെ ജീവിതം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരിക്കലും എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ഇസ്ലാമിക് അല്ലെങ്കിൽ റിലീജിയസ്ലി അത്ര ഫോളോയിങ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ആയിരുന്നില്ല എന്ന് പറയാം. ഇപ്പൊ ആണ്, ഐ ക്യാൻ പ്രൗഡ്ലി സേ. പക്ഷെ ആ ഒരു സമയങ്ങളിലൊക്കെ ഇപ്പൊ ഒരുപാട് അഡിക്ഷൻസോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റൊട്ടീൻസിലൊന്നും അല്ലായിരുന്നു എനിക്ക്. ഞാൻ ഫജ്റിന് എണീക്കാന് അറൌണ്ട് 8+ years ഐ തിങ്ക് ഐ ട്രൈഡ് 8+ years. സോ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ തന്നെ 8 വർഷത്തോളം, അതായത് SLC മുതൽ ഒരു ഡിഗ്രി 3rd year വരെ ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ട്രൈ ഞാൻ നിർത്തിയിട്ടില്ല, അലാറം എന്നും അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഫജ്റിന് എണീക്കാൻ തുടങ്ങിയത്. എന്നാൽ പോലും എനിക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ 1 year അറൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം എന്താണ്, നമ്മളൊരു അഫർമേഷൻ നമ്മളെ ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മള് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നില്ല. അതല്ലാതെ ഇപ്പൊ ഈ ഒരാള് ഈ റമദാൻ അയാൾ മാറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റമദാൻ അയാൾക്ക് മാറണമെന്ന് കഴിയില്ല. കാരണം അയാൾ ഡോപ്പമീനിൽ അത്രയും ആൾക്ക് എന്തുണ്ടാവും, ലെവൽ ഇംബാലൻസ് ഉണ്ടാവും. സംടൈംസ് ഇറ്റ്സ് വെരി പീക്ക്. ഈ പറഞ്ഞ പോലെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലായും അതായത് അത്രയും ഇതുണ്ടാവും. അയാൾക്ക് എന്ത് വേണ്ടി വരും, ആ ഡ്രഗ് ഓവർ യൂസ് ഡ്രഗ് വേണ്ടി വരും അതിനെന്ത് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ. ഇപ്പം ഇതുപോലത്തെ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒറ്റയടിക്കൊന്നും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. ചെറിയ ചെറിയ ഡ്രഗ്സോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടേണറിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കഴിയും. പക്ഷെ ഒരു ലോങ് പീരീഡിൽ ഈ ജേണി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കഴിയില്ല. ഇത് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന്റെ ഇത് ഇസ്ലാമിക പരമ്പരയാണ്. ഇത് പക്ക ഒരു ഷെയ്ത്താനിയത്താണ്. ഡ്രഗ്സ് എല്ലാം എല്ലാ അഡിക്ഷനും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ അഡിക്ഷൻസ് എല്ലാം ലഹരിപരമായ ഷെയ്ത്താനിയത്താണ്. സോ അതിന്റെ ഒരു മെയിൻ എന്താ, ഷെയ്ത്താൻ നമുക്ക് എന്താ പറയാ, നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് നമ്മളോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണ് പലതും. ഇങ്ങനത്തെ പവർഫുൾ ആയ സാധനം യൂസ് ചെയ്യുന്നത് നമുക്കൊരു വേർത്തില്ലാത്ത പോലെ നമുക്ക് തോന്നും. ഇതിന്റെ കാരണം ഇതാണ്, അത് ഈ ഹോപ്പ്ലെസ്നെസ് വരാനും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇംബാലൻസ് വരികയാണ് അവിടെ. നമ്മളെ ഡോപ്പമൈനില് ഇംബാലൻസ് വരികയാണ്. ഇപ്പൊ ഇംബാലൻസ് വരുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് പ്രോപ്പർ ആവില്ല. അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് ഒരു ഡോപ്പമൈനാണ് വരുന്നതെങ്കിൽ എന്തുണ്ട്, നോർമലി നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മള് സെയിൽസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഡീല് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, നല്ല പ്ലഷർ ഉണ്ട്. ഇതൊരു നോർമൽ ലെവലിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ ഡേ ആണെങ്കിൽ ഇപ്പോൾ നേരെ മറിച്ച് നമ്മൾക്കൊരു ഹൈ ഇത് വരുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം വരാം. അതേപോലെ തന്നെ നല്ല ഒരു ഡിപ്പ് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് സങ്കടം വരാം. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യാണ് പക്ഷെ ഒരു നോർമൽ ലെവലിലാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഗാബ എന്ന് പറഞ്ഞൊരു ഹോർമോണും കൂടിയുണ്ട്. ഈ ഗാബയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ റിലാക്സ് ആക്കുകയാണ്. അപ്പൊ നമ്മൾ കാമായിട്ട് അങ്ങനെ പോകും, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോർമോണാണത്. അതിന് പകരം നേരെ മറിച്ച് നമ്മൾ ഇംബാലൻസ് അവിടെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ നേരത്തെ പ്ലഷറും പെയിനും അത് ഈ കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ ഭയങ്കരമായിട്ട് നമ്മൾ അട്ടസിച്ച് ചിരിക്കുമ്പോൾ സന്തോഷം പറയും. ചില ആൾക്കാർ കരയാനുള്ള പോക്കാന്ന് പറയും. ഇതാ തന്നെയാണ് കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവം നേരെ ഓപ്പോസിറ്റ്. ഇതിനാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ അൽഹംദുലില്ലാ, പോയാൽ അൽഹംദുലില്ലാ, ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പോവാണെങ്കിൽ. പക്ഷെ അത് ഈസി അല്ല, അത് കുറെ ടൈം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു
അങ്ങനെ ഒരു സ്കില്ലാണ്. ബാലൻസ് ചെയ്യുക, അത് മിതത്വം പാലിക്കുക എന്നുള്ള എല്ലാത്തിനും. ഇതൊക്കെ അതാണ് കുറച്ച് റിലീജിയസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റും. എവറിഥിങ് ഈസ് given by the God and everything will be taken by God. ഒരു സ്റ്റോറി ഒരു ഷിപ്പിന്റെ ബിസിനസ്മാൻ, ഒരു സഹാബിയുടെ അയാളുടെ ഷിപ്പ് പോക്കുമ്പോ ആരൊരു ഷിപ്പ് പോയി നഷ്ടപ്പെടുന്നു. അപ്പൊ അയാൾ പറയുക എനിക്ക് അൽഹംദുലില്ലാഹ്. പിന്നെ അതേപോലെ അയാളതല്ല, ഫേസിൽ പോയി ഒരു എക്സ്പ്രഷൻ മാറുന്നില്ല. എവറിഥിങ് ഈസ് given by the God. ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. സോ ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഈ ഡോപ്പമിന്റെ ഈ ഫ്ലക്ച്വേഷൻ കാരണമാണ് നമുക്ക് എന്ത് തോന്നുന്നത്, ഇതൊക്കെ തോന്നുന്നു. ഈ ലോൺലിനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതുപോലത്തെ ഇതിക്കൊക്കെ പോകുന്നത്. ഇതിന്റെ ഒരു ഫ്ലക്ച്വേഷൻ വരാതെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നെ കൺട്രോൾ. ഇപ്പൊ ഫുഡ് ആണെങ്കിൽ അതിന്റെ ഓവർ യൂസ് പാടില്ല, ഡ്രഗിന് ഓവർ യൂസ് പോയിട്ട് യൂസേ പാടില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം എനിക്ക് ഇതേപോലെ ഭയങ്കരമായിട്ട് പലരും അഡിക്ഷൻ, അതേപോലെ ഓൻ്റെ എന്താ പറയുക ജീവിതം കൈവിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓന് എന്താ പറയുക, ഓൻ്റെ ചെയ്ത കുറച്ച് കാര്യങ്ങളൊന്നാണ് ഓൻ ഭയങ്കരമായിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. സോ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഫസ്റ്റ് മന്ത്, അതായത് ഓൻ്റെ നിസ്കാരമൊന്നും കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ എന്നാലും ഓൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെള്ള നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ പതിയെ ഒന്ന് നിസ്കാരത്തിലേക്ക് 5 വക്ത് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. സോ 5 വക്ത് ഫർദ് നിസ്കാരം സ്റ്റാർട്ട് ചെയ്ത് ഓനിക്ക് കറക്റ്റ് കിട്ടാൻ തുടങ്ങിയ ശേഷം തഹജ്ജുദ് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ തഹജ്ജുദ് ലോട്ട്സ് ഓഫ് ബ്ലെസ്സിങ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ജീവിതത്തിലെ ചേഞ്ചസ് ആണ് ഓൻ പറഞ്ഞത്. എല്ലാ ഹാബിറ്റും മാറ്റാനുള്ള കാര്യങ്ങളും പറയുന്നത് വെച്ചാൽ പ്രാർത്ഥന, അതേപോലെ ഇസ്ലാമിക് വേ പറയുകയാണെങ്കിൽ 5 വക്ത് നിസ്കാരം. സോ 5 വക്ത് നിസ്കാരം തന്നെ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. 5 വക്ത് നിസ്കാരം, പിന്നെ തഹജ്ജുദ്. ഇതൊരു ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതൊരു അഡിക്ഷൻ ആണ് നമ്മൾ പറയുകയാണെങ്കിൽ. കാരണം നമുക്കറിയാം, ഒരു 5 വക്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് 5 വക്ത് ഒരു വക്ത് പോയി കഴിഞ്ഞാൽ ആക്ച്വലി അയാൾക്ക് അതൊരു ഭയങ്കര പെയിൻ ആയിരിക്കും. കാരണം ഇതൊരു അഡിക്ഷന്റെ പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കൊരു ബാഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു ഗുഡ് ഹാബിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു കാര്യം കൊണ്ടോ നമുക്ക് അത് തിരുത്താൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ടൈം ലാപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ സിഗരറ്റ് അടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അതിന് വേറെ എന്ത് ചെയ്യാണ്. ഇപ്പൊ ഒരാള് റമദാൻ ആകുമ്പോ അയാൾ ഖുർആൻ ഓതുകയാണ്, അല്ലെങ്കിൽ നോർമൽ ആളാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ പുസ്തകം വായിക്കണം. അതിനെ ഡീവിയേറ്റ് ചെയ്യുക, അതായത് ഈ ഒരു ലഹരിനെ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിൽ പെടും. സോ അതാണ് ഈ ലഹരിയും റമദാനായിട്ടുള്ള കണക്ഷൻ. എപ്പോഴും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഗോഡായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു 1 മന്ത് പ്രോസസ്. ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് നിസ്കാരങ്ങളുണ്ട്, നമുക്ക് ഖുർആൻ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ഇപ്പൊ ഈവനിങ് ആയി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മള് ആഫ്റ്റർ മഗ്രിബ് ആണെങ്കിൽ നമുക്ക് തറാവി ഉണ്ട്. തറാവി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, പെട്ടെന്ന് സ്ലീപ്പിംഗ്, ബിക്കോസ് നമുക്ക് സൂര്യൻ എണീക്കണം. അപ്പൊ ആ ഒരു പ്രോസസ്സ് തന്നെ എന്താണ്, ഒരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ് ആണ്. കുറച്ച് ദിവസം പറഞ്ഞത് നമ്മള് ഒരു ടാർഗറ്റ് വെക്കുക എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ സുബഹ് കഴിഞ്ഞാല് നെക്സ്റ്റ് ലക്ഷ്യം അത് ളുഹറായിരിക്കണം. സോ നെക്സ്റ്റ് ലക്ഷ്യം, അതായത് അന്നേ ദിവസത്തെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ളുഹറായിരിക്കണം. ളുഹർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലക്ഷ്യം അസർ, അസർ കഴിഞ്ഞാൽ മഗ്രിബ്. ഷോർട്ട് സ്പാൻ ആയിരിക്കണം. അതെ. കാരണം എന്താ വെച്ചാൽ നമ്മള് ഒരു ദിവസം മൊത്തം നമ്മള് പ്ലാൻ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഹവേഴ്സിലാണ്. ഇപ്പൊ നമ്മള് നല്ല നല്ല സെയിൽസ് പീപ്പിൾസിനൊക്കെ എടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരൊരു ദിവസം ഫുൾ അവരെന്ത് ചെയ്യും, ഹവേഴ്സിൽ ഇങ്ങനെ അവർ ഇതാക്കും. ഈ 1 അവറിൽ, ഈ ഒരു അവറിൽ ഇത്ര കോൾസ്, അത് കഴിഞ്ഞിട്ട് ഇത്ര ആൾക്കാരെ മീറ്റ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാം. അത് അങ്ങനെ ഒരു എന്ത് ചെയ്യും, അവരൊരു റൊട്ടീനെ അവരെന്ത് ചെയ്യും, ബിഫോർ ദ ഡേ അവരെന്ത് ചെയ്യും, കലണ്ടറിൽ സെറ്റ് ചെയ്ത് വെക്കും. അതിനനുസരിച്ചായിരിക്കും അവരുടെ ആളുകളെ കാണുക, ഒരാളുകളോട് സംസാരിക്കുക, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ ഇസ്ലാമിക് ഇതിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മോർണിംഗിൽ എണീറ്റിട്ട് നമുക്ക് തന്നെ അറിയാം, നമ്മളെ റിസ്ക് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന നേരമാണ് ഉമ്മത്തിന് പ്രഭാതത്തിലാണ്. അപ്പൊ ആ ഒരു മോർണിംഗിൽ നമുക്ക് ആ റിസ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, പോകുന്നത് നമ്മൾ ദുഹറിലേക്കാണ്. അതായത് നമ്മൾ ആ ദുഹർ വരെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എനർജറ്റിക് ആവുകയാണ്. കാരണം നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ ആ ഒരു ഇത് ചെയ്യാണ്. പിന്നെ ആ ഒരു ഷോർട്ട് സ്പാനിൽ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മളെ ബൂസ്റ്റ് ആവുകയാണ്. അപ്പൊ ആ ഒരു റൊട്ടീനിൽ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇൻ റമദാനിലാണെങ്കിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എല്ലാവിധ ബാഡ് ഹാബിറ്റുകളും നമുക്ക്. സോ റമദാൻ ഈസ് എന്താ പറയാ, ബ്ലെസ്സിങ്, ഹാബിറ്റ് ബ്രേക്കർ എന്നാണ് പറയുന്നത്. ബാഡ് ഹാബിറ്റ് ബ്രേക്കിംഗ് ബാഡ് എന്നാണ്. നമുക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റട്ടെ. അതെ, പറ്റട്ടെ. നമ്മളെ വ്യൂവേഴ്സിന് ഇൻഷാ അല്ലാഹ് പറ്റട്ടെ. നമ്മൾ ചെറിയ അറിവിൽ നിന്ന് നമ്മൾ
ഒരു നല്ലൊരു ഡയലോഗ് നമുക്ക് സാധിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇൻഷാ അള്ളാ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോസിന് ഒരുപാട് നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ നമ്മളെ ടെക്നിക്കാലിറ്റീസിലൊക്കെ പറഞ്ഞു. ഇൻഷാ അള്ളാ നമ്മളൊരു നല്ലൊരു ടൈം വരുമ്പോൾ നമ്മളിതൊക്കെ ഇംപ്രൂവൈസ് ചെയ്യുന്നതാണ്. എനിവേ ഫീഡ്ബാക്സ് ആർ ഓൾവേസ് വെൽക്കം. സോ താങ്ക് യു. സോ ഫൈനലി എനിക്കൊന്നും കൂടിയും പറയാനുള്ളത്, സോ ഇത് കണ്ടിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു വിലയിരുത്തരുത്. എനിക്കത് എഗൈൻ പറയാനുള്ളത് അത് ആ ഒരു വിഷയത്തില് നമ്മള് ഈ അഡിക്ഷൻ മാത്രല്ല, നമ്മള് ഇപ്പൊ നമ്മളല്ലെങ്കിൽ പോലും നമ്മൾ കുറച്ചാണ് ഞാൻ നല്ലവനാണെന്ന് തന്നെ പറയണം. അതിന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്താ അറിയോ, അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി മാറുന്നിരിക്കും. ഓട്ടോമാറ്റിക്കലി മാറല്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനോട് ജസ്റ്റിഫയബിൾ ആവാൻ നോക്കും. അതെ അതെ. ഇത് നേരെ കുറച്ച് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പാസ്റ്റ് 2 years ഞാൻ കുറച്ച് ഇസ്ലാമിക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നെ അറിയുന്നവര് എങ്ങനെയാ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു തെറ്റ് ചെയ്യാൻ നോക്കി നിൽക്കാറ്. ഞാൻ തെറ്റ് ചെയ്യാത്ത ആളൊന്നുമല്ല. എന്റെ റബ്ബിന് എന്റെ തെറ്റും ശരിയൊക്കെ അറിയേണ്ട ആളാ. അപ്പൊ ഈ തെറ്റ് ചെയ്യാൻ എന്തുണ്ടാവും, നമുക്കൊരു പേടി വരും. ഇപ്പൊ അത് അവരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകളെ പേടിച്ചിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്യാൻ പേടി വരുന്നത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് അത് ആണ്, പക്ഷെ നമുക്കറിയാം നമ്മളെ മൈൻഡിൽ ഒന്നുള്ളൂ, എന്ത് റബ്ബിനേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം എക്സ്പ്രസ് ചെയ്യുക നമ്മൾ ആരാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാം. അല്ലാതെ പേടിച്ചിട്ട് ഒതുങ്ങി നിൽക്കണ്ട. എസ്പെഷ്യലി ഈ റിലീജിയസ്റ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവരത് ഒതുക്കി കൊണ്ടു നടക്കും. ഇപ്പൊ ഇന്നത്തെ ഒരു കേരളത്തിലുള്ള ഒരു മെയിൻ ഇഷ്യൂസ് അതാണ്. അപ്പൊ അതൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്താണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുക. എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ക്യാരക്ടർ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി നമുക്ക് കൂടി വരും. സോ അത് എക്സ്പ്രസ് ചെയ്യണം. അല്ല നമ്മളെ ആരും സമ്പൂർണ്ണരൊന്നുമല്ല, നമ്മളെല്ലാരും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ സന്ദേശം തെറ്റ് ചെയ്യണം എന്നാണ്. സോ നല്ലത് എക്സ്പ്രസ് ചെയ്യുക. സോ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇൻഷാ അല്ലാ, സോ we need to wind up, inshallah. Thank you. Yeah, inshallah.